കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശരിക്കൊന്ന് നോക്ക്, സ്വന്തം മോനെ അത്ര ആത്മാർത്ഥമായി പരിചരിക്കുന്നത് മരുമോളാണോന്നൊന്ന് നോക്കിക്കേ. അല്ലല്ലോ, അവളുടെ ചേച്ചി. അയ്യോ, ദേവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? ഇത്രയും ദിവസങ്ങൾക്കിടയ്ക്ക് ഭാര്യയോട് എന്തെങ്കിലും അമ്മ സ്നേഹത്തോട് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരു വട്ടമെങ്കിലും അവര് തമ്മിൽ അടുത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതൊക്കെ പോട്ടെന്ന് വെക്കാം. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടോ? പക്ഷേ ഭാര്യയുടെ ചേച്ചിയായിട്ട് എന്തൊരടുപ്പാന്ന് കണ്ടില്ലേ? ഇവരെ രണ്ടുപേരെയും ഇങ്ങനെ ആരെങ്കിലും കണ്ടാ ഇവരാണ് ശരിക്കുള്ള ഭാര്യ ഭർത്താക്കന്മാരെന്ന് തോന്നില്ലേ? തോന്നുക മാത്രമല്ല, ശരിക്കും അവരാണെന്നേ പറയൂ. നോക്കിക്കേ, അവര് തമ്മിലാ മാച്ച്. ഞാനിതൊക്കെ എന്തിനാ പറയുന്നതെന്ന് അമ്മയ്ക്കറിയോ? അമ്മയച്ഛനും കൂടി ദേവനെ പട്ടാഭിഷേകം നടത്താനിരിക്കല്ലേ. അങ്ങനെ ചെയ്യണമെങ്കിൽ മനസ്സാ വാചാ കർമ്മണ ഭാര്യ ഒരാളുമായി മാത്രമല്ലേ ദേവന് ബന്ധം ഉണ്ടാവാൻ പാടുള്ളൂ. ഇതല്ലേ ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ കാണുമ്പോ മനസ്സിനകത്തുള്ളതും വാക്കുകളും വേറെയാണല്ലോ. എന്റെ മനസ്സിലെ ചിന്തകളിപ്പോ എങ്ങോട്ടൊക്കെയോ കാട് കയറി പോകുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിലേ നമ്മുടെ ദേവൻ പട്ടാഭിഷേകത്തിനുള്ള യോഗ്യത നഷ്ടപ്പെടുത്തുമല്ലോ. എന്നാ പിന്നെ അമ്മ അച്ഛനോട് സംസാരിച്ച് മറ്റാരെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അപകടങ്ങൾ ഒഴിവാക്കാം. ശ്രേയ, 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 ഞാൻ നിന്നോട് എന്താ പറഞ്ഞിട്ട് പോയെ? എന്നിട്ട് നീ ഇവിടെ എന്തെടുക്കുവാ? അതിനെന്താ പറ്റിയതമ്മേ? എന്താ ഇവിടെ നടക്കുന്നതെന്ന് കണ്ടായിരുന്നോ? മുറിവ് ഡ്രസ് ചെയ്യാൻ നിന്നോടല്ലേ പറഞ്ഞത്? എന്നിട്ട് നിന്റെ ചേച്ചി എന്തിനാ നിന്റെ ഭർത്താവിനെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്? അത് അമ്മേ,
ഇപ്പം അതിലെന്ത് കുഴപ്പമുണ്ടായത്? മുറിവിന്ന് ചോര ഒഴുകുന്നത് കണ്ടപ്പോൾ അവൾ ഓടി വന്ന് കെട്ടുമാറ്റിയതാ. അയ്യോ, അതിന് ഞാൻ വൈദേഹിയെ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. അവള് നിന്റെ ജീവൻ രക്ഷിച്ചവളല്ലേ. ആരുടെ സങ്കടവും കണ്ടു നിൽക്കാൻ അവൾക്ക് കഴിയില്ലെന്നും എനിക്കറിയാം. പക്ഷേ ഇതൊക്കെ നിന്റെ ഭാര്യ ചെയ്യേണ്ട പണികളാണ്. ഞാൻ കെട്ടിക്കൊടുക്കാന്ന് കരുതിയതമ്മ. അപ്പോ എനിക്കൊരു കോള് വന്നു. ഞാൻ കട്ട് ചെയ്യാൻ പോയപ്പോ ദേവേട്ടൻ തന്നെ പോയി സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞ്. അതാ ഞാൻ മാറി നിന്ന്. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും എന്ന് കരുതി നീ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇപ്പൊ കണ്ടില്ലേ, നീയൊന്ന് മാറിയപ്പോഴേക്കും നിന്റെ ചേച്ചിക്കല്ലേ അത്രയും ബുദ്ധിമുട്ടേണ്ടി വന്നത്. നിന്റെ ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവന്നത് വീട്ടുജോലി എടുക്കാനായിട്ടോ ഇവിടെയുള്ളവരെ പരിചരിക്കാനായിട്ടോ അല്ലല്ലോ. കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയക്കാനാ. മേലിൽ ഇത് ആവർത്തിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. നീ നിന്റെ മുറി പോയിരുന്നോളൂ വൈദേഹി. ബുദ്ധിമതിയാണല്ലോ അമ്മ. ഇപ്പൊ വഴക്ക് പറഞ്ഞത് ശ്രേയനെയാണോ വൈദേഹിയാണോ എന്ന് അവർക്ക് മനസ്സിലായോ എന്തോ. എനിക്കാണെങ്കിൽ കാര്യം പിടികിട്ടി. നീ ചെന്ന മുറിവ് കെട്ടിക്കൊടുക്കാം. ഇനി അതിൻ്റെ ആവശ്യമില്ല അമ്മേ. കെട്ടൊക്കെ വൈദേഹി ചെയ്തു കഴിഞ്ഞു. എന്നാ നീ ചെന്ന് ദേവനുള്ള പാല് ചൂടാക്കി കൊണ്ടുവാ. ചെല്ല്. നീയും ചെന്ന് അജയന് പാല് ചൂടാക്കി കൊടുക്കാൻ നോക്ക്. അമ്മ കവർ ചെയ്യാൻ നോക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇത്രയ്ക്ക് അടുപ്പമുള്ളവര് പിന്നെ എന്റെ കയ്യിൽ പെടും. നിന്റെ സംസാരവും പ്രവൃത്തികളൊക്കെ കാണുമ്പോ ഓരോ ദിവസവും എന്റെ പേടി കൂടി കൂടി വരിക. അതിനിപ്പോ എന്താ പറ്റിയതമ്മേ? ഇനി എന്താ പറ്റാനുള്ളത്? നീ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ നിന്നെ കല്യാണം കഴിപ്പിച്ച് ഒടുവിൽ ആ കുട്ടിയെ അല്ല സ്നേഹിച്ചെന്നും മറ്റൊരു പെൺകുട്ടിയാണ് നിന്റെ മനസ്സിലുള്ളതെന്ന് നീ എന്നോട് പറഞ്ഞു. എങ്കിലിത് ആരാണെന്നെങ്കിലും പറ. അന്ന് പറയാൻ ശ്രമിച്ചപ്പോ അമ്മ തന്നെയല്ലേ വേണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്. ഞാനത് പറയാമേ, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഞങ്ങളെ രണ്ടുപേരെയും തമ്മിൽ ഒന്നിപ്പിക്കാമെങ്കിൽ ഈ നിമിഷം ഞാൻ അവളെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിത്തരാം. ഒന്നിപ്പിക്കുന്നത് അവിടെ നിൽക്കട്ടെ. അങ്ങനെ വല്ലതും നടന്നാ നാണക്കേട് സഹിക്കാൻ വയ്യാതെ കൂട്ട ആത്മഹത്യ ചെയ്യേണ്ടി വരും. പട്ടാഭിഷേകം നടത്തണമെങ്കിൽ മനസ്സാ വാച കർമ്മണ സ്വന്തം ഭാര്യയല്ലാതെ നിന്റെ ജീവിതത്തിൽ മറ്റാരും ഉണ്ടാവാൻ പാടില്ല മോനെ.
അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ പട്ടാഭിഷേകം വേണ്ടമ്മേ. എന്താ ദേവ ഇത്? നിന്റെ അച്ഛന്റെ ജീവനേക്കാൾ വലുതാണോടത്? നീ ഈ പറഞ്ഞത് അച്ഛൻ എങ്ങാനും അറിഞ്ഞ പിന്നെ അദ്ദേഹം ജീവനോടെ ഉണ്ടാവോ? ഇനി നീ എന്നോടൊന്നും പറയണ്ട. നിന്റെ മനസ്സിലായാലും നിന്റെ ജീവിതത്തിലായാലും ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അത് നീ താലി കെട്ടി നിന്റെ ഭാര്യയായിരിക്കണം. നിനക്ക് തന്നെ ഈ പട്ടാഭിഷേകം നടക്കുകയും വേണം. ഇതിലൊരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല. പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. എന്റെ തലേ തൊട്ട് നീ ഇതിലൊരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല.
ഇവിടെ വലിയ പ്രശ്നമൊന്നും ഇല്ല അച്ഛമ്മേ. അച്ഛമ്മ പേടിക്കണ്ട. എങ്ങനെയാടി ഞാൻ പേടിക്കാതിരിക്കുന്ന ശ്രേയെ? അവള് കൂടെ ഇല്ലാതിരുന്നപ്പോ പോലും നിന്റെ ഭർത്താവിനെ എപ്പോഴാ അടിച്ചു മാറ്റുക എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. ഇപ്പൊ അയാള് പിടിച്ചോണ്ട് പോയി വീട്ടിൽ തന്നെ ഇരുത്തിയിരിക്കല്ലേ. ഞാനും ഇവിടെ തന്നെ ഉണ്ടല്ലോ അച്ഛമ്മേ. പേടിക്കൊന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാന്നേ. പിന്നെ നീ നോക്കുന്നൊക്കെ എനിക്കറിയാലോ. ഏത് നേരവും ആ ഫോണും തോണ്ടിക്കൊണ്ട് അവിടെ ഇരുന്നോളൂ. കുറച്ച് ബുദ്ധിയോടെ പെരുമാറടി. അച്ഛമ്മേ, ഇവിടെ ചേച്ചിയേക്കാൾ അപകടകാരികൾ ഒത്തിരി പേരുണ്ട്. ആദ്യം അവരെയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കട്ടെ. ഹലോ, FIR രജിസ്റ്റർ ചെയ്ത് വെച്ചോളൂ. ഞാനൊന്ന് കൊട്ടാരം വീട് വരെ പോയിട്ട് വരാം. എന്റെ ഈശ്വര, ഇതോടെ എന്റെ കഥ കഴിഞ്ഞില്ല. ശ്രേയെ, എന്താടി, എന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല അച്ഛമ്മ. ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. ഫോൺ വെക്കേ. ചേച്ചി, ചേച്ചി എവിടെയാ? ചേച്ചി, ഹലോ, നമസ്കാരം വർമ്മ. നമസ്കാരം നമസ്കാരം. ഞങ്ങൾ കാത്തു നിൽക്കായിരുന്നു. ശേഖർ ഇരിക്കെ. ചേച്ചി, ചേച്ചി, എന്താ പറ്റി ശ്രേയെ? കപ്പല് മുങ്ങാൻ പോവാ ചേച്ചി. ഞാനെന്ന് വഴക്കുണ്ടാക്കിയില്ലേ CI? അയാള് ദേ വീട്ടിൽ വന്നിരിക്കുന്നു. അതെ, അതെ ചേച്ചി. ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വന്നേ, നോക്കിക്കേ. ദേ ഇരിക്കുന്നു അയാളോ. നിങ്ങളുടെ വീട്ടുകാർ തന്നെയാ അവനെ പിടിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചത് വർമ്മേ. ഇൻട്രോഗേറ്റ് ചെയ്തിരുന്നോ? ഒടുവിൽ 3rd ഡിഗ്രി വരെ പ്രയോഗിക്കേണ്ടി വന്നു. എന്നിട്ട് വാ തുറക്കുന്നില്ലെന്ന് വെച്ചാ? ഓ, അതുകൊണ്ടാണല്ലേ ഗുൾസർ ഷവിക്ക് ഇത്ര ഡിമാൻഡ്. ജീവൻ പോയാലും ഒന്നും വിട്ടു പറയില്ല. ഫോൺ നമ്പർ വെച്ച് ട്രേസ് ചെയ്യാനും ഞങ്ങളത് നോക്കി. അതിലൊരു നമ്പറിൽ നിന്നാണ് ഒത്തിരി കോൾസ് പോയിരിക്കുന്നത്. അത് ട്രേസ് ചെയ്തപ്പോൾ തെറ്റായ അഡ്രസ്സിലാണ് ആ സിം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ സിം ട്രേസ് ചെയ്യാനും ഞങ്ങളൊന്ന് നോക്കി. പക്ഷേ ആ സിം നശിപ്പിച്ച് കളഞ്ഞേക്കുക. സിമ്മും ഫോണൊക്കെ എന്നേ പൊട്ടിച്ച് കളഞ്ഞു. തല കുത്തി നിന്നാ പോലും അത് തിരിച്ചു കിട്ടില്ല. നമ്മളിപ്പോ എന്താ ചെയ്യാ ചേച്ചി? എന്നെ കണ്ട എല്ലാം കഴിഞ്ഞു. നീ വെറുതെ പേടിക്കാതിരിക്കെ. ഇനി ചിലപ്പോ ആ കേസിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് പോവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആളെ കണ്ടുപിടിക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ തീർത്തു പറയാൻ പറ്റില്ല. ഞങ്ങളും ഇതത്ര പെട്ടെന്ന് വിട്ടുകളയാൻ തീരുമാനിച്ചിട്ടില്ല.
ഏത് വിധേനയും ഞങ്ങൾ ആളെ കണ്ടുപിടിച്ചിരിക്കും. ഉറപ്പായിട്ടും അത് വേണം ശേഖരേട്ട. ഇനി ദേവനെ തൊട്ട് കളിക്കാൻ പേടിക്കണം. പൊന്നുപോലെ ഞങ്ങൾ ദേവനെ വളർത്തിയത്. അവന്റെ കണ്ണിന്ന് ഒരിറ്റ് കണ്ണുനീര് വന്ന ഞങ്ങൾക്ക് ആർക്കും അത് സഹിക്കാൻ പറ്റില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാ. എന്നിട്ട് അവന്റെ ജീവൻ എടുക്കാൻ നോക്കിയവരെ വെറുതെ വിടാൻ പാടുണ്ടോ? അവൻ ആരായാലും കൊള്ളാം. ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും അവനെ പിടികൂടണം ശേഖരേട്ട. അരയ്ക്ക് താഴേക്ക് ജീവൻ ഉണ്ടോന്ന് പോലും അറിയില്ല. നീ ചാകാതെ നോക്കിക്കോടാ. ആര് ചെയ്ത പുണ്യമാണോ എന്തോ. ദേവന്റെ ഭാഗ്യം കൊണ്ടല്ലേ കൃത്യസമയത്ത് ഒരു ദേവതയെ പോലെ കടന്നു എന്ന് ആ പെൺകുട്ടി എന്റെ മോനെ രക്ഷിച്ചത്. അല്ലായിരുന്നെങ്കിൽ എന്റെ മോനിപ്പോ ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു. അവര് വീണ്ടും ദേവനെ ആക്രമിക്കില്ലെന്ന് എങ്ങനെ വിശ്വസിക്കും? അവരാരാണെന്ന് ഇത്രയും വേഗം അറിയണം. അവരെ പിടിച്ചകത്തിടുകയും വേണം. അല്ലെങ്കിൽ ഏത് സമയവും ദേവന് അപകടം സംഭവിക്കാം. കൗസല്യേച്ചി ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. കുറ്റവാളി ആരാണെങ്കിലും അയാളെ കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. സ്റ്റേഷനിൽ കുറച്ച് ജോലിയുണ്ട്. ഞാൻ പോയിട്ട് പിന്നെ ഒരിക്കൽ വരാം. ഒരു മിനിറ്റ്, ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാം. ഓ ഇപ്പൊ വേണ്ട, അത്യാവശ്യം കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു 10 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. ശരി. മോളെ ശ്രേയേ, ഒരു കപ്പ് കാപ്പി എടുത്തിട്ട് വാ. എന്റെ പണി കഴിഞ്ഞു ചേച്ചി. ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇന്നത്തോടെ ഇവർ എന്നെ ഇവിടെ നാടിച്ചോടിക്കും. നീ ഒന്ന് പേടിക്കാതിരിക്കും. എന്തെങ്കിലും വഴിയുണ്ടാവും. എന്റെ മുമ്പിൽ വേറെ ഒരു വഴിയുമില്ല. എന്നെ കാണുമ്പോ തന്നെ ഞാൻ ദേവേട്ടന്റെ ഭാര്യയല്ലെന്നൊക്കെ മനസ്സിലാവും. അതിനേക്കാളും ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതാ നല്ലത്. ചേച്ചി, ഇപ്രാവശ്യം ചേച്ചി തന്നെ വേണം എന്നെ രക്ഷിക്കാൻ. കാപ്പിയായിട്ട് ഞാൻ ചെന്നാലല്ലേ അയാൾ എന്നെ പിടികൂടൂ. ചേച്ചി കൊണ്ട് കൊടുക്ക. ഞാനോ? അതെ ചേച്ചി, പ്ലീസ് പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. ശരി. മോളെ ശ്രേയേ, ദേ ഇപ്പൊ കൊണ്ടുവരാമേ. എത്രയെന്ന് വെച്ചാൽ ഞാൻ ഈ ടോർച്ചർ അനുഭവിക്കുക. ഈശ്വര, ഒന്ന് പെട്ടെന്ന് കൊണ്ട് കൊടുക്ക ചേച്ചി. ദേ ഇപ്പൊ കൊടുക്കാം. ഇതാണ് മരുമോള്. അതെ ശേഖര, എന്റെ മരുമ.